ഞാനേശേ ചില കോൺസേർട്സിന് പോവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും. അവരുടെ പാട്ട് ലൈവായിട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ പാട്ട് കേൾക്കുക എന്നതിലുപരി എൻ്റെ ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, ഞാൻ ഇത്തരത്തിലുള്ള കോൺസേർട്സിന് പോകുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഒരുപാട് പേർ. അതിനിപ്പോ എന്താ പറയാ, വെബ്സൈറ്റുകൾ വരെ വന്നു എന്നുള്ളതാണ്. ഗെറ്റ് യുവർ ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഇപ്പൊ റീസെന്റ് ചർച്ചയാവുന്നതാണ്. നമ്മളിപ്പോ ഒരു കോൺസേർട്ടിന് പോകണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റിന് പോകണമെന്നില്ല, പക്ഷെ അവരുടെ പോസ്റ്റുകളിൽ അവർ നമ്മളെ ടാഗ് ചെയ്യും. സോ നമ്മൾ അതിന് പോയി എന്ന് നമുക്ക് വരുത്തി തീർക്കാം. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മനസ്സുഖം എന്നുള്ളതാണ്. ബേസിക്കലി ഗെറ്റ് യുവർ ഫ്ലെക്സ് ഒരു പുതിയ തരം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് ഞാൻ വളരെ കൗതുകത്തോടെയാണ് ഇത് നോക്കിയത്. ഒരു മാസം 99 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇതിന്റെ വരിക. ഇപ്പൊ നമ്മളൊരു കൺസേർട്ടിന് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഇത് ബേസിക്കലി ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂര് ദിൽജിത്ത് ദോഷി എന്ന് പറഞ്ഞ വലിയൊരു ബോളിവുഡ് സിംഗറുണ്ട്, ഒരു പഞ്ചാബി സിംഗർ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൺസേർട്ട് നടന്നു ബാംഗ്ലൂര്. 5000 രൂപയാണ് അതിന്റെ ടിക്കറ്റിനുള്ള ഫീസ്. അപ്പൊ പലരും ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാതെ ഈ ഗെറ്റ് യുവർ ഫ്ലെക്സ് എന്ന് പറഞ്ഞ അതിനകത്ത് പൈസ കൊടുത്ത് 99 രൂപ കൊടുത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഈ ഓർഗനൈസറല്ല ഈ ആപ്പിന്റെ ആൾക്കാർ ഇത് ടാഗ് ചെയ്യും. അപ്പൊ നാച്ചുറലി ഇതിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കും ഈ ആള് കൺസേർട്ടിന് പോയിട്ടുണ്ടെന്ന്. സോ നാച്ചുറലി 5000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 99 രൂപ കൊടുത്ത് അവര് ഇത് ചെയ്യുവാണ്. ലൈക്ക് ഇത് ബേസിക്കലി എന്തിനാണ് ചെയ്യുന്നത് എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന്, ശില്പ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇലവേറ്റ് ചെയ്യണം ആൾക്കാർക്ക്. ഇപ്പോൾ ഞാൻ 5000 രൂപയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്തു, അല്ലെങ്കിൽ 10000 രൂപയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ വിചാരിക്കും അതെ ഗമ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഞാൻ അവിടെ പോണില്ല, എന്റെ സമയം കളയണില്ല, എനിക്ക് ചിലപ്പോൾ ഈ സിംഗർ ഇഷ്ടം പോലും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്റെ ഈ പരിപാടിയിൽ ഞാൻ പോണില്ല, ഞാൻ പങ്കെടുക്കണില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ കാണിക്കുന്നു ഞാൻ പോയിട്ടുണ്ടെന്ന്. സോ ബേസിക്കലി എങ്ങനെയാണ് നടക്കണേന്ന് വെച്ചാൽ, നമ്മൾ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ നമ്മളോട് ചോദിക്കും നമുക്ക് എന്തൊക്കെ പരിപാടിയാണ് ഇഷ്ടം. നമ്മുടെ ഇഷ്ടങ്ങളെ എല്ലാവരും ഇവർ ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഏതൊക്കെ പരിപാടിയാണ്, നമ്മൾ എവിടെയാണ് ഉള്ളത്, അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരുള്ള ഒരാള് ഡൽഹിയിലെ ഒരു പരിപാടി ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല തട്ടിപ്പാണെന്ന്. സത്യസന്ധമായി കള്ളം പറയണം. അതെ. അപ്പോൾ നാച്ചുറലി നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കും, നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് ചോദിക്കും. ഇപ്പൊ മ്യൂസിക് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഏതൊക്കെ മ്യൂസിക് ബാൻഡുകളെയാണ് നമുക്ക് ഇഷ്ടമെന്ന് അവർ ചോദിക്കും. അപ്പോൾ എല്ലാ നമ്മുടെ ഇഷ്ടങ്ങളെയും അവർ ഡാറ്റയാക്കി സ്റ്റോർ ചെയ്യും. എന്നിട്ടാവും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടാഗ് ചെയ്യുക. ബേസിക്കലി ഇതിനെപ്പറ്റി വാർത്ത വന്നതിൽ അവർ ഉപയോഗിച്ച ഒരു വാക്ക് ഡിസ്റ്റോപ്പിയൻ എന്നാണ്. 2 വാക്കുകളാണ്, ഉട്ടോപ്പിയയും ഡിസ്റ്റോപ്പിയയും. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയലിസ്റ്റിക് സൊസൈറ്റി, നല്ല സൊസൈറ്റി. ഡിസ്റ്റോപ്പിയ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡിസ്റ്റോപ്പിയ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ജോർജ് ഓവലിന്റെ ആനിമൽ ഫാം പോലുള്ള നോവലുകളിൽ ഒരു ഡിസ്റ്റോപ്പിയൻ എന്നാണ് പറയുക. അപ്പൊ അതുപോലെ ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ള, നമ്മളെ കാണുന്നത് പോലും നമ്മൾ പൊതുവെ പറയാൻ നമുക്ക് കേൾക്കണത് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ കാണുന്നത് വിശ്വസിക്കാമെന്ന നമ്മൾ പൊതുവെ പറയും. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോ നാട്ടിലൊക്കെ ചില ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റോറികൾ കാണുമ്പോ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും ഇതിന്റെ ചെറിയ വെർഷൻ ആണിത്. അപ്പൊ ഞാൻ ചോദിക്കും നീ ഇവിടെ പോയിരുന്നോ? ഇല്ലടാ, അത് ഫ്രണ്ട് പോയപ്പോ അവനെടുത്ത ഫോട്ടോ ഇട്ടപ്പോ ഞാൻ അത് റീപോസ്റ്റ് ചെയ്തതാണ്. അപ്പോ നമ്മൾ ഓക്കെ, പക്ഷെ അത് ഇപ്പോ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അത് എന്താ പറയാ, എനിക്കറിയാത്തത് നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇഷ്ടം. അത് നമ്മൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഫോണിലിരുന്ന് കാണാനാണെങ്കിൽ നമുക്ക് അതിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ലൈവ് ഫീൽ കിട്ടത്തില്ല. അത് വരുത്തി തീർക്കുന്നത് കൊണ്ട് എന്ത് സ്റ്റേറ്റസ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സൊസൈറ്റി വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ആൾക്കാർ അൺഹാപ്പിയാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ പൊതുവെ അൺഹാപ്പിയാണ്, അവർക്ക് സന്തോഷം കിട്ടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അറ്റൻഷൻ വേണം ഇന്നത്തെ കാലം. ഈ ഫോമോ എന്ന് പറയില്ലേ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അപ്പോൾ ആ ഒരു ഫോമോ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അവർ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, എല്ലാവരെയും പോലെയും ഞാനും പണക്കാരനാണ്, അല്ലെങ്കിൽ ഞാനും സ്റ്റാറ്റസ് കൂടിയ ഒരാളാണ് എന്നും ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് റോഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോറിൻ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓഡിയും ബെൻസും ഒക്കെ ഇഷ്ടം പോലെയാ. പണ്ടത്തെ ഒരു കാലമൊന്നും അല്ല. ഇപ്പൊ എല്ലാവരുടെയും കയ്യില് കോമൺ ആയി തുടങ്ങി ഐഫോൺ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. പക്ഷേ ഏറ്റവും പുതിയ സ്റ്റഡി പ്രകാരം ഇതിൽ 75% ആൾക്കാരും ഈ EMI-ലാണ് ഈ ഐഫോൺ എടുക്കണേ. തീർച്ചയായിട്ടും അത് വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്കാണ്. ഇപ്പൊ തന്നെ നബാർഡിന്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു, കേരളത്തിലെ 65% വീടുകളിലും സേവിങ്സ് ഇല്ല, കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലും ഇതിനകത്ത് വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് ഇതിനകത്ത്. കാരണം
ആൾക്കാരുടെ ഈ പൈസ ഇല്ല, പക്ഷെ നാട്ടുകാരെ ഞാൻ വലിയ സംഭവം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഇവരെ ഇൻവെസ്റ്റ് ചെയ്യും. അത് കാറുകളായിരിക്കും, സ്പോർട്സ് ബൈക്കുകൾ, റോഡുകൾ മുഴുവൻ സ്പോർട്സ് ബൈക്ക് ആയിപ്പോ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള. പക്ഷെ ഇങ്ങനെ കൂടുന്നോർ അതിനോടുള്ള ഒരു വില നഷ്ടപ്പെടുകയല്ലേ? ഉറപ്പായിട്ടും. നേരത്തെ ഞാനൊക്കെ കൊച്ചായിരുന്നു, അപ്പൊ ഈ ബുള്ളറ്റ് കാണുമ്പോൾ ഭയങ്കര ക്രേസ് ആയിരുന്നു, ബുള്ളറ്റ് സ്കൂട്ടർ ബൈക്ക്. ഇപ്പോ ബുള്ളറ്റിലാണ് അതെ, അല്ലെങ്കിൽ ഇപ്പോ റേസിംഗ് ബൈക്കുകൾ ഒക്കെ ഇഷ്ടം പോലെ റോഡുകളിലുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഐഫോൺ കാണാൻ ഞാൻ ഡൽഹി പോയപ്പോഴാണ്. നമ്മുടെ നാട്ടിലൊന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നു. ഇപ്പോ എല്ലാ നാട്ടിലും എല്ലാ പിള്ളേരെങ്കിലും ഐഫോൺ ആയിരിക്കണം. എനിക്ക് എന്റെ കസിൻ ഇതുപോലെ ഐഫോൺ വാങ്ങി വന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടു, ഐഫോൺ ന്യൂ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇത് എങ്ങനെ വാങ്ങി? EMI വാങ്ങി. എല്ലാവരും EMI വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഐഫോൺ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരാളായി മാറുന്നു, അല്ലെങ്കിൽ എന്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി വലുതായി മാറുന്നു എന്നുള്ളൊരു തോന്നലാണ് പലർക്കും എന്നുള്ളതാണ്. അത് ഈ ഫോമോയുടെ വലിയൊരു പ്രശ്നമാണ്. നമ്മള് ഇപ്പോ പല ബന്ധങ്ങളും, ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാം ഇതിന്റെ ഒരു ബേസിലാണ്. ധനം എത്രത്തോളം മെറ്റീരിയലിസ്റ്റിക് ആവും എന്നുള്ള ഒരു ഇതിലാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പോലും ഇന്നത്തെ കാലത്ത് കൂടുതൽ പലർക്കും ലഭിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളിപ്പോ ഇവന്റ്സിനെ കുറിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇതുപോലെയാണ് റിലേഷൻഷിപ്പിന് ഇപ്പൊ ഒരുപാട് പേര് പോർട്രേ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ചില ആൾക്കാർ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന സ്റ്റോറികൾ നമുക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ വളരെ എന്താ പറയാ എക്സ്ട്രോവേർട്ട് ആയി എന്നുള്ള ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അവരുടെ സ്റ്റോറീസ് പറഞ്ഞു വെക്കാം. പക്ഷെ അയാളെ നമ്മൾ അടുത്തറിയുമ്പോഴാണ് അയാൾ അത്രത്തോളം എന്താ പറയാ അതിനൊന്നും അംഗീകരിക്കുന്ന ഒരാളെ ആയിരിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് എന്റെ പേഴ്സണലി എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റോറികളെല്ലാം ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഓക്കെ, ഹീസ് എ വെരി ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ. കാരണം എല്ലാത്തിനെയും അംഗീകരിക്കുന്നു, ഇന്നത്തെ കാലത്തുള്ള റിലേഷൻഷിപ്പുകളെ അംഗീകരിക്കുന്നു, അതല്ലെങ്കിൽ ആളുകളുടെ വ്യൂ പോയിന്റ്സിനെ അംഗീകരിക്കുന്നു. ഓഷോനെയൊക്കെ അങ്ങ് പുകഴ്ത്തി അങ്ങ് മേപ്പെട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും അല്ല അയാള്. ഒരു ടിപ്പിക്കൽ മലയാളിയാണ് പുള്ളി. പക്ഷെ ആൾക്കാർക്ക് കാണിക്കുകയാണ്, ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും. എല്ലാവർക്കും അവരുടേതായ ക്യാരക്ടർ ഉണ്ട്, ഇല്ലേ? നമുക്ക് ഒരാൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഉള്ളിലുള്ളതാണ്. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ്. ഞാൻ ഗണേശനോട് ശില്പ എന്ന് പറയുന്നത് എന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ പേഴ്സണാലിറ്റി. ഇതിനകത്ത് പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഒന്ന് നമ്മുടെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളൊരു ഇതാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷനിലുള്ള ഒരാളെ പലരും ഇവാലുവേറ്റ് ചെയ്യുന്നത് അയാൾക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ എത്ര നമ്പർ ഓഫ് ഫോളോവേഴ്സ് ഉണ്ടെന്നാണ്. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കാണുന്നത് ഈ പെൺകുട്ടികളൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ആയിരിക്കും. അവര് ലൈക്ക് പല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ലൈക്ക് കൂടി വരും, അല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു ഈ ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിന്റെ ഈ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ ഒരു സൈഡ് കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. പണ്ട് കാലത്ത് നമ്മളെ ഇപ്പോ ഇൻസ്റ്റാഗ്രാം, ഇപ്പൊ ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50K ഫോളോവേഴ്സിനൊക്കെ നമുക്ക് കാണാം. പക്ഷെ അവരുടെ ഒരു പോസ്റ്റിന് ലൈക്ക് എന്ന് പറയുന്നത് 300, 400. ഞാൻ ആലോചിക്കുന്നത് ബാക്കിയുള്ളവർ എവിടെ എന്ന് ചിന്തിക്കും. അപ്പൊ തന്നെ നമുക്കത് മനസ്സിലാവും, അത് ബോട്ടുകളാണ്. പക്ഷെ ഇന്ന് ഞാനിപ്പോ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആഡുകൾ ബോട്ടുകളല്ലാത്ത ഇത്രയും ഫോളോവേഴ്സിനെ ബോട്ടുകളല്ല, അത് സ്പെസിഫൈ ചെയ്യുന്നു, ബോട്ടുകളല്ലാത്ത. അപ്പൊ എനിക്ക് തോന്നുന്നു അതിപ്പോ ഒരു മണി മേക്കിങ്ങിനുള്ള ഒരു സംഭവമായി മാറി തുടങ്ങി. കാരണം ഇപ്പോ ഈ പറയുന്ന ഈ ഇവന്റ്സിന്റെ പരിപാടിയാണെങ്കിൽ, ഇപ്പൊ ഞാനാണ് ഇവന്റിന് പോകുന്നതാണെന്ന് വിചാരിക്കാം, ഞാൻ പോകുന്നു, ഗണേഷ് അതിൽ പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഗണേഷിന്റെ ടാഗ് ചെയ്യണം. ഒബ്വിയസ്ലി എനിക്കൊരു ഇൻകം ഇല്ലാതെ ഞാൻ ഗണേഷിന്റെ ടാഗ് ഒബ്വിയസ്ലി അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ അവിടെ ഒരുപാട് പേർക്ക് ഒരു അതിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരുപാട് പേര് ഇനി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി ഒന്ന് ഇതൊരു വലിയൊരു മണി മേക്കിംഗ് സംഭവമായിട്ട് മാറി. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ റിയാലിറ്റിയെക്കാളും കൂടുതൽ ഇന്ന് നമ്മൾ വിർച്വൽ ആണ് പ്രിഫർ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഡയറക്ട്ലി ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. നമ്മൾ കൂടുതൽ നോക്കുന്നത് ഈ വിർച്വൽ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കാം. അപ്പോൾ ആ ഒരു ലോകത്തിലേക്ക്, ഇതാണ് റിയാലിറ്റി എന്നതിലേക്ക് നമ്മുടെ ജനറേഷൻ തെന്നി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് കഴുകൻ കണ്ണുകൾ ഉണ്ട്. അതെ, ഇത് ബേസിക്കലി നിങ്ങളെ ഒരു സോഷ്യൽ എലിവേറ്റ് ചെയ്യാമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ പ്രോമിസസ് തന്ന ഇതുപോലെ പല സംരംഭങ്ങളും ഇനി ഉണ്ടായി വരും. തീർച്ചയായും. ഇപ്പോ എല്ലാത്തിനും ഓരോ ഇവന്റ്സ് അല്ലെങ്കിൽ ഓരോ ആപ്പുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെയിലി റുട്ടീൻസ് ചെക്ക് ചെയ്യാൻ എത്ര ആപ്പുകളാണ്. രാവിലെ ഞാൻ ആലോചിക്കുവാണ്, ഞാനൊരു ആപ്പ് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എന്താണ് ആ സംഭവം എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഡെയിലി റുട്ടീൻ ട്രാക്കർ എന്തുവാണ്? ഞാൻ നോക്കുമ്പോൾ രാവിലെ നീച്ചു, ഓക്കെ, ടിക്ക് ചെയ്യാ, വെള്ളം കുടിച്ചു. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ ടിക്ക് ചെയ്യാൻ ഇവിടെ സമയം, നമ്മളൊരു ഓട്ടപ്പാച്ചിലാണ്. പക്ഷെ അത് കൃത്യമായി ഫോളോ, എത്ര ഡൗൺലോഡ്സ് ആണ് അത്തരത്തിലുള്ള ആപ്പുകൾക്ക് എല്ലാത്തിനും. നമ്മൾ വെള്ളം കുടിക്കുന്നതിന്, അതല്ലെങ്കിൽ നമ്മൾ ശ്വാസം വിടുന്നതിന് വരെ ആപ്പ് വരുന്ന ഒരു കാലത്താണ് നമ്മൾ
ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോ ഗെറ്റ് യുവർ ഫ്ലെക്സ് എന്ന് പറഞ്ഞ ആപ്പിനെ പറ്റി നമ്മൾ ഇപ്പൊ അറിഞ്ഞ ഒരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് അറിയാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും നടന്ന് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇത് വരുള്ളൂ. ഇപ്പൊ എയുടെ മറ്റേ ഉമ്മ വയ്ക്കുന്ന ഒരു സാധനത്തിന്റെ ആഡുകൾ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ 2 ഫോട്ടോസ് കൊടുത്താൽ മതി, ആർക്കും ആരെയും ഉമ്മ വയ്ക്കാം. ലൈക്ക് ഇപ്പൊ ഞാനൊരു ഫോട്ടോ കൊടുക്കാം, ഗണേഷിന് ഒരു ഫോട്ടോ കൊടുക്കാം. സോ നമ്മൾ ഒരു ഉമ്മ വയ്ക്കുന്ന വീഡിയോ ജനറേറ്റ് ചെയ്ത് തരും. AI ആണ്. പക്ഷെ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അത് ആളുകളെ ഇത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ടെക്നോളജി വളരുന്നതനുസരിച്ച് അത് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം കൂടി ആവുക.